സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം: ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. ടെറേ എന്നാൽ എന്താണ്? ഉത്തരം: ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങളെ ടെറേ എന്ന് പറയുന്നു. റിഗോലിത്ത് എന്നാൽ എന്താണ്? ഉത്തരം: ചന്ദ്രന്റെ പുറംതോടിനു മുകളിലായി ഒരു പുതപ്പ് പോലെയും ഇരുണ്ട ഗോലി പോലെയുമുള്ള പാറക്കഷ്ണങ്ങളുടെയും ഒരു ആവരണമുണ്ട്. ഇതാണ് റിഗോലിത്ത്. റിഗോലിത്തിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം: മെഗാ റിഗോലിത്ത്. റിഗോലിത്തിൽ ഹൈഡ്രജന്റെ അളവ് വളരെയധികമെന്ന് കണ്ടെത്തിയ ഉപകരണം? ഉത്തരം: ലൂണാർ പ്രോസ്പെക്ടറിന്റെ ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ. കൽപ്പന ചൗള ജനിച്ചത് എവിടെയാണ്? ഉത്തരം: 1961 ജൂലൈ 1 ഹരിയാനയിലെ കർണാലിൽ. കൽപ്പന ചൗളയുടെ ഭർത്താവിന്റെ പേര്? ഉത്തരം: ജീൻ പിയറി ഹാരിസൺ. കൽപ്പന ചൗള ഭ്രമണപഥത്തിലെത്തിച്ച നാസയുടെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം: സ്പാർട്ടൺ 204. കൽപ്പന ചൗളയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയുടെ ഗവേഷണ ദൗത്യം? ഉത്തരം: ബഹിരാകാശത്തിൽ അനുഭവിക്കുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണം. രാകേഷ് ശർമ്മ ജനിച്ചത് എവിടെയാണ്? ഉത്തരം: പഞ്ചാബിലെ പാട്യാലയിൽ. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം: സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് 1. സൗണ്ടിംഗ് റോക്കറ്റുകളുടെ ദൂരപരിധി? ഉത്തരം: 50 മുതൽ 1500 കിലോമീറ്റർ വരെ. കാലാവസ്ഥ ബലൂണുകൾ ഭൗമ ഉപരിതലത്തിൽ നിന്നും പോകാറുള്ള ഉയരം? ഉത്തരം: 40 കിലോമീറ്റർ. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം? ഉത്തരം: തുളസി. വെക്ടേഴ്സ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? ഉത്തരം: രാജ്യത്തെ മൊത്തം വിദ്യാലയങ്ങളിൽ നേരിട്ട് വിദ്യാഭ്യാസം എത്തിക്കുന്ന പദ്ധതിയാണ് എഡ്യൂസാറ്റ് വഴി വിഭാവനം ചെയ്യുന്നത്. സൗണ്ടിംഗ് റോക്കറ്റുകൾ എന്തിനു വേണ്ടിയാണ് ഉള്ളത്? ഉത്തരം: അന്തരീക്ഷ പരീക്ഷണങ്ങൾക്കായുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളെ വഹിച്ചുകൊണ്ടു പോകുവാനും പരീക്ഷണങ്ങൾ നടത്തുവാനും വിവരങ്ങൾ ശേഖരിക്കുവാനും സൗണ്ടിംഗ് റോക്കറ്റുകളെ ഉപയോഗിക്കുന്നു. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം: വിറ്റാമിൻ ഡി. ആഗോളതാപനം എന്നാൽ എന്താണ്? ഉത്തരം: ഭൂമിയുടെ ഉപരിതല ഊഷ്മാവ് കൂടുന്നതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ആഗോളതാപനത്തിന്റെ കാരണം? ഉത്തരം: കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മറ്റ് ഹരിതഗൃഹ വാതകങ്ങളുടെയും അളവ് കൂടുന്നതാണ് ആഗോളതാപനത്തിന് കാരണം. ഹരിതഗൃഹ വാതകങ്ങൾ എന്നാൽ എന്താണ്? ഉത്തരം: ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നിങ്ങനെ ആഗോളതാപനം വർദ്ധിക്കാൻ സഹായിക്കുന്നവയെ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ആഴത്തിലെത്തി നോക്കാനുള്ള ഒരു നാഴികക്കല്ലായ ടെലസ്കോപ്പിന്റെ പേര്? ഉത്തരം: ഹബിൾ ടെലസ്കോപ്പ്. ഏറ്റവും വലിയ കെക്ക് ടെലസ്കോപ്പ് എവിടെയാണ്? ഉത്തരം: അമേരിക്കയിലെ ഹവായ്. ഷഡ്ഭുജ കോണുകളുള്ള കണ്ണാടികൾ യോജിപ്പിച്ച് തേനീച്ചക്കൂട് പോലെയാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും ശക്തിയേറിയ ടെലസ്കോപ്പ് ലോകത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: റഷ്യയിലെ കോക്കസ് പർവ്വതനിരകളിൽ. കണ്ണാടിയോട് കൂടിയുള്ള പ്രതിഫലന ടെലിസ്കോപ്പിന്റെ വലിപ്പം വിലങ്ങനെ 6 മീറ്റർ, ഭാരം 6 ടൺ. പ്രധാനപ്പെട്ട ശാസ്ത്ര നേട്ടങ്ങൾക്ക്
യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ഉത്തരം കലിംഗ പ്രൈസ്. ആകാശ സഞ്ചാരത്തിനുള്ള ബലൂണുകളിൽ ഭാരം കുറഞ്ഞ ഹൈഡ്രജന് പകരം ഹൈഡ്രജനേക്കാൾ ഭാരം കൂടിയ ഹീലിയം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഉത്തരം ഹീലിയത്തിന് ഹൈഡ്രജനെ പോലെ ജ്വലന സ്വഭാവം ഇല്ല. അന്തരീക്ഷത്തിലെ അപൂർവ വാതകങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം നിയോൺ, ആർഗൺ. ഭൂമിയുടെ ബാഹ്യപടലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം? ഉത്തരം അലുമിനിയം. ഭൂമിയിൽ കണ്ടെത്തുന്നതിനു മുൻപ് സൂര്യനിൽ കണ്ടെത്തിയ മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം. ഭൂമിയിൽ ലഭിക്കുന്നതിൽ ഏറ്റവും അപൂർവമായ ലോഹം ഏതാണ്? ഉത്തരം റേഡിയം. പ്രകാശവർഷം എന്നാൽ എന്താണ്? ഉത്തരം പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ശൂന്യാകാശത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ്? ഉത്തരം ഹബിൾ ടെലസ്കോപ്പ്. ഹബിൾ ടെലസ്കോപ്പ് എത്ര നാഴിക ദൂരത്തിലാണ് ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉത്തരം 450 നാഴിക ദൂരത്തിൽ. ഹബിൾ ടെലസ്കോപ്പ് ഭ്രമണപഥത്തിലെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 1990-ൽ. ഹബിൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ഹബിൾ. 1961-ൽ സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് ഏത് ഉപഗ്രഹമാണ്? ഉത്തരം നാസയുടെ എക്സ്പ്ലോറർ 10. ഹബിൾ ടെലസ്കോപ്പിന്റെ ജീവിതകാലം എത്ര വർഷമായിരുന്നു? ഉത്തരം 15 വർഷം. സൂര്യപ്രവർത്തന ശക്തിയെ സ്ഥിരമായി നിരീക്ഷിച്ച് സൂര്യനിലെ കണികാക്കാറ്റും ആളിക്കത്തലും ഉണ്ടാകുമ്പോൾ ലോകത്തെ അപ്പോൾ അറിയിക്കുന്നത് ആരാണ്? ഉത്തരം അമേരിക്കയിലെ ശൂന്യാകാശ പരിസ്ഥിതി സർവീസ് സെന്റർ. സൂര്യശക്തിയെ അറിയിക്കാൻ റഷ്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഒന്നിന്റെ പേര്? ഉത്തരം പ്രോഗ്രനോസ് സ്പേസ് ക്രാഫ്റ്റ്. പ്രോഗ്രനോസ് സ്പേസ് ക്രാഫ്റ്റിന്റെ സവിശേഷത? ഉത്തരം പ്രോഗ്രനോസ് സ്പേസ് ക്രാഫ്റ്റ് 4 ദിവസം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നു. ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ വരെ എത്തുന്നു. 2 ലക്ഷം കിലോമീറ്റർ വരെ ദൂരം അത് സഞ്ചരിക്കുന്നു. അടുത്തെത്തുന്നതിനെ പെരിഗി എന്നും ദൂരത്തെത്തുന്നതിനെ അപ്പോഗി എന്നും പറയുന്നു. സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് സോവിയറ്റ് യൂണിയന്റെ ഏത് പരീക്ഷണ ഉപഗ്രഹമായിരുന്നു? ഉത്തരം ലൂണ 3. ഭാവിയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ കണ്ടുപിടിക്കപ്പെടും എന്ന് 400 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനം നടത്തിയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കെപ്ലർ. ബഹിരാകാശത്ത് വെച്ച് ജനിച്ച ആദ്യത്തെ ജീവി? ഉത്തരം കാട. പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ഷാരോൺ. ലോകത്ത് ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലുതും ശക്തവും സംവേദനക്ഷമവുമായ റേഡിയോ ടെലസ്കോപ്പിന്റെ പേര്? ഉത്തരം സ്ക്വയർ കിലോമീറ്റർ അറേ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാന നിരീക്ഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ജമ്മു കാശ്മീരിലെ ലഡാക്ക്. ആദ്യമായി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം ഇൻസാറ്റ് 4CR. ചൊവ്വാഗ്രഹത്തിന്റെ ജീവന്റെ തുടിപ്പ് തേടി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേടകം 26 നവംബർ 2011 യാത്ര തിരിച്ചു. ഈ പേടകത്തിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ക്യൂരിയോസിറ്റി.
ആകാശത്തിന്റെ നിറം നീലയായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച ഐറിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ കിറ്റിഡൽ.